കഴിഞ്ഞ വർഷം 4.25 കോടിയാണ് സക്കാത്ത് കൊടുത്തത്. ഈ കൊല്ലം 6.5 കോടിയാണ് സക്കാത്ത് കൊടുക്കാനുള്ളത്. നമ്മൾ സക്കാത്ത് കൊടുക്കാതെയും ഇൻകം ടാക്സ് കൊടുക്കാതെയും വെട്ടിപ്പ് നടത്തിയിട്ട് ഞമ്മക്ക് പോകുമ്പോ എന്താ കിട്ടുന്നത്? 3 കഷ്ണം തുണി മാത്രമാണ് ഞമ്മക്ക് കിട്ടുന്നത്. സക്കാത്ത് കൊടുക്കാത്ത ഒരു ഫാമിലിക്ക് ബാക്കോട്ട് നിങ്ങൾ നോക്കി, ആ ഫാമിലി തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവരെ രക്ഷിതാക്കൾ സക്കാത്ത് കൊടുത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ബിസിനസ് ചെയ്യുമ്പോൾ സത്യസന്ധതയിൽ ബിസിനസ് ചെയ്യാം. പവൻ ഗോൾഡ് തിരൂർ. ഇന്നലെ ഗോവയില് അജ്ഫാൻ 204ാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തു. അൽഹംദുലില്ലാ. എന്നുവെച്ചാൽ ഒരു ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ 5 എമ്മും അതിന്റെ കൂടെ 3 കാര്യം കൂടെ 5, 3, 8 കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ബിസിനസ്മാൻ ആകുന്നത്. 5 നിങ്ങൾക്കൊക്കെ അറിയാം 5 എം എന്താന്നുള്ളത്. 3ാമത്തെ കാര്യം, ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം ലോസ് ആൻഡ് പ്രോഫിറ്റ് 2 ഗോളാണുള്ളത്. അടിയിൽ ലോസ് ആൻഡ് പ്രോഫിറ്റ്. ഇതിന് രണ്ടും തയ്യാറുള്ള ആളായിരിക്കണം ബിസിനസ് തുടങ്ങേണ്ടത്. നമ്മളെ ഇടയിൽ എത്രയോ ബിസിനസ്മാന് സൂസൈഡ് ചെയ്തു, മെന്റലായി, ഫാമിലി പ്രോബ്ലങ്ങളായി, പലതുമായിട്ടും ബിസിനസ്മാൻമാർ തകർന്നിട്ടുണ്ട്. അപ്പോ ബിസിനസ് ചെയ്യുമ്പോൾ ലോസ് വന്നാൽ താങ്ങാനുള്ള കഴിവുള്ള ആളായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത്. അതുപോലെ മിഞ്ഞാന്ന് രാത്രി 12 മണിക്ക് പോയിട്ട് ഇന്നലെ രാത്രി 10 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയത്. ബാംഗ്ലൂർ ടു രാത്രിയിൽ വന്നത്. ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല. ഇന്ന് 500 കോടിന്റെ ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസിന്റെ ഓണറാണ് ഞാൻ. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാണ്. നമ്മളെ മക്കളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണോ അതുപോലെ ആയിരിക്കണം നമ്മളെ ബിസിനസ്സിനെ സ്നേഹിക്കേണ്ടത്. 2013 കോഴിക്കോട് ചെറിട്ട് റോട്ടിലെ അജ്ഫാൻ ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിൽ 14 സ്റ്റേറ്റിൽ അജ്ഫാൻ ബിസിനസ് നടക്കുന്നുണ്ട്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഓൾമോസ്റ്റ് ഇൻഷാ അല്ലാഹ് ഈ 25 അവസാനത്തോടു കൂടി 260 ഔട്ട്ലെറ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് അജ്ഫാന്റെ വളർച്ച? ഇത്രയും ഷോർട്ട് ടൈം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ബ്രാൻഡ് എന്തുകൊണ്ട് വന്നു? ഒന്ന്, അജ്ഫാന്റെ ക്വാളിറ്റിയാണ്. അജ്ഫാന്റെ കമ്പനിയുടെ സാധനം പുറത്തു വരുമ്പോ ലാബ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് ഫുഡിന്റെ ആള് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ഷോപ്പുക്കും സാധനങ്ങൾ അയക്കുന്നത്. സെക്കൻഡ്, കറക്റ്റ് 2.5 സക്കാത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 30% ഇൻകം ടാക്സും 12 to 18% GST കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അജ്ഫാൻ ഇവിടെ എത്തിയത്. കഴിഞ്ഞ വർഷം 4.25 കോടിയാണ് സക്കാത്ത് കൊടുത്തത്. ഈ കൊല്ലം 6.5 കോടിയാണ് സക്കാത്ത് കൊടുക്കാനുള്ളത്. നമ്മൾ സക്കാത്ത് കൊടുക്കാതെയും ഇൻകം ടാക്സ് കൊടുക്കാതെയും വെട്ടിപ്പ് നടത്തിയിട്ട് ഞമ്മക്ക് പോകുമ്പോ എന്താ കിട്ടുന്നത്? 3 കഷ്ണം തുണി മാത്രമാണ് ഞമ്മക്ക് കിട്ടുന്നത്. ബിസിനസ്സിൽ ധൈര്യം വേണം. ധൈര്യം വേണമെങ്കിൽ ഈ കൊടുക്കാനുള്ളത് കംപ്ലീറ്റ് കൊടുക്കുക, ബാക്കിയുള്ളത് മക്കൾക്ക് സമ്പാദിച്ചു വെക്കുക. സക്കാത്ത് കൊടുക്കാതെ നമ്മൾ മക്കൾക്ക് സമ്പാദിച്ചു വെച്ചാൽ ഒരിക്കലും നിങ്ങളെ മക്കൾക്ക് അത് ഉപകരിക്കാൻ കഴിയില്ല. 100% സത്യമാണ്. സക്കാത്ത് കൊടുക്കാത്ത ഒരു ഫാമിലിക്ക് ബാക്കോട്ട് നിങ്ങൾ നോക്കി, ആ ഫാമിലി തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവരെ രക്ഷിതാക്കൾ സക്കാത്ത് കൊടുത്തില്ല. നമ്മുടെ നാട്ടിൽ സക്കാത്ത് കറക്റ്റ് കൊടുക്കണമെങ്കിൽ ഈ നാട്ടിൽ ഒരു പാവപ്പെട്ടവനെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. നമ്മൾ സക്കാത്ത് കൊടുക്കാതെ നമ്മൾ ഇതിന്റെ തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ സക്കാത്ത് വെച്ച് കൊടുക്കാതെ വെച്ചുണ്ടാക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ബിസിനസ് ചെയ്യുമ്പോൾ സത്യസന്ധതയിൽ ബിസിനസ് ചെയ്യാം. ബിസിനസ് ഒരു അമലാണ്. സത്യസന്ധതയില്ല ബിസിനസ് ചെയ്താൽ അത് പന പോലെ വളർന്നു വരും. നമ്മളെ അതിൽ കൃത്രിമവും വഞ്ചനയും മറ്റുള്ളവരെ ചീറ്റിംഗ് ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് തകർന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ 2 വാക്കുകളോട് നിർത്തുന്നു, അധികം പ്രസംഗിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം നമ്മൾക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും ഫി അമാനില്ലാഹ്.